പ്രൈസ് ലോർഡ്. കർത്താവിന്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടട്ടെ. ഈ നല്ല പ്രഭാത സമയത്തെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുകയും വാഴ്ത്തുകയും ചെയ്യുന്നു. വിവിധ സ്ഥലങ്ങളിൽ രാജ്യങ്ങളുമായിരുന്ന ദൈവത്തിന്റെ വചനം കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും കർത്താവായ യേശുക്രിസ്തുവിന്റെ വിലയേറിയ നാമത്തിൽ എന്റെ സ്നേഹവന്ദനത്തെ അറിയിക്കുന്നു. അല്പസമയത്ത് ദൈവത്തിന് ചിന്തയ്ക്ക് വേണ്ടി ഒരു ദൈവവചന ഭാഗം വായിക്കുന്നു. 1 ശമൂവേലിന്റെ പുസ്തകം 17-ാം അധ്യായം 58-ാമത്തെ വാക്യം. ശൗൽ അവനോട്, ബാരിക്കാര, നീ ആരുടെ മകൻ എന്ന് ചോദിച്ചു. ഞാൻ ബേത്ലഹേമിനായ നിന്റെ ദാസൻ യിശ്ശായിയുടെ മകൻ എന്ന് ദാവീദ് പറഞ്ഞു. പ്രൈസ് ദി ലോർഡ്. 1 ശമൂവേലിന്റെ പുസ്തകം 17-ാം അധ്യായം നമ്മൾ പ്രാരംഭമൊക്കെ വായിക്കുമ്പോൾ ഗോലിയാത്തിന്റെ വെല്ലുവിളിയെ കാണാൻ കഴിയും. ആദ്യം താഴോട്ട് വായിച്ചു വരുമ്പോൾ 1 ശമൂവേൽ പുസ്തകം 17-31 വരുമ്പോൾ ഫിലിസ്തീനെ ദാവീദ് വധിക്കുന്നു. ഹല്ലേലൂയ. അങ്ങനെ ഫിലിസ്തീനെ വധിച്ചു ജയം പ്രാപിച്ചു വരുന്ന ദാവീദ്, അല്ലേ, ആ ദാവീദിനെ ശൗൽ കണ്ടിട്ട് ചോദിച്ചതാണ്, ബാരിക്കാര, നീ ആരുടെ മകൻ എന്ന്. പ്രൈസ് ദി ലോർഡ്. അപ്പം ദാവീദിന്റെ കാലഘട്ടത്തിൽ തന്നെ ഈ ചോദ്യചിഹ്നങ്ങൾ ഉയർന്നു നിൽക്കുമ്പോൾ ഇന്നും ആ ചോദ്യചിഹ്നങ്ങൾ ഉയരുന്നുണ്ട്. നാം ശുശ്രൂഷയിൽ ശക്തമായി ശോഭിക്കുമ്പോൾ, ശുശ്രൂഷയിൽ ശക്തമായി ഉയർന്നു വരുമ്പോൾ, ചിലർക്ക് ചെയ്യുവാൻ കഴിയാത്ത മഹത്വമേറിയ ശുശ്രൂഷ ദൈവം നമ്മളിലൂടെ ചെയ്ത് നമ്മെ ഒരുക്കിയെടുക്കുമ്പോൾ പലരും ചോദിക്കാറില്ലേ, നിങ്ങൾ എവിടെയാണ്, നിങ്ങൾ ആരാണ്, നിങ്ങൾ എവിടെ ശുശ്രൂഷിക്കുന്നത്, നിങ്ങൾ ഏത് സഭയാ എന്നൊക്കെ. അവർക്കറിയാം, പക്ഷെ എങ്കിലും നമ്മുടെ ശുശ്രൂഷയുടെ മഹാത്മ്യത്തെ അവർ പറയാതെ നമ്മളെ അറിയത്തില്ലെന്ന് നടിക്കും. ഇവിടെ ആമേ ശൗലും അത് തന്നെ ചെയ്തത്. എന്താണ് ഈ ദൈവവചനത്തിന്റെ ചരിത്ര പശ്ചാത്തലം? ദാവീദ് ഫിലിസ്തീന്റെ നേരെ ചെല്ലുന്നത് ശൗൽ കണ്ടപ്പോൾ, ഹല്ലേലൂയ, 1 ശമൂവേൽ പുസ്തകം 17-55 തൊട്ട് വായിക്കാം. ദാവീദ് ഫിലിസ്തീന്റെ നേരെ ചെല്ലുന്നത് കണ്ടപ്പോൾ, ഹല്ലേലൂയ, ശൗൽ കണ്ടപ്പോൾ സേനാധിപതിയായ അബ്നേരിനോട്, അബ്നേരെ, ഈ ബാരിക്കാരൻ ആരുടെ മകൻ എന്ന് ചോദിച്ചതിന് അബ്നേർ, രാജാവെ, തിരുമേനിയാണ്, ഞാൻ അറിയുന്നില്ല എന്ന് പറഞ്ഞു. അപ്പൊ സേനാധിപതിനായിരിക്കുന്ന അബ്നേരിനും അറിയില്ല. ഹല്ലേലൂയ, സ്തോത്രം, ഹല്ലേലൂയ, സ്തോത്രം. അപ്പോൾ ശൗല് പറയുക, ഈ ബാലിക്കാരൻ ആരുടെ മകൻ എന്ന് നീ അന്വേഷിക്കണം എന്ന് രാജാവ് കൽപ്പിച്ചു. ദാവീദ് ഫിലിസ്തീനെ സംഹരിച്ചു മടങ്ങി വരുമ്പോൾ അബ്നേർ അവനെ കൂട്ടി ശൗലിന്റെ മുമ്പാകെ കൊണ്ടുചെന്നു. ഫിലിസ്തീന്റെ തലയും അവന്റെ കയ്യിലുണ്ടായിരുന്നു. ശൗൽ അവനോട്, ബാലിക്കാര, നീ ആരുടെ മകൻ എന്ന് ചോദിച്ചു. ഞാൻ ബേത്ലഹേമിനായ നിന്റെ ദാസൻ യിശ്ശായിയുടെ മകൻ എന്ന് ദാവീദ് പറഞ്ഞു. ഞാൻ മുമ്പ് പറഞ്ഞല്ലോ, ദാവീദ് ഫിലിസ്തീനെ വധിച്ച് അവന്റെ തലയുമായി വരുമ്പോൾ ശൗൽ ചോദിച്ച ഭാഗമാണ് നമ്മൾ വായിച്ചത്. ബാരിക്കാര, നീ ആരുടെ മകനെന്ന്. ശൗലിന് ദാവീദിനെ അറിയാം, ഹല്ലേലൂയ. പക്ഷെ തനിക്ക് അറിയാമെങ്കിലും അറിയാത്ത ഭാവമാണ് കാണിക്കുന്നത്. കാരണം ഈ ദാവീദിന്റെ ജ്യേഷ്ഠന്മാർ ശൗലിന്റെ പട്ടാളത്തിലുണ്ട്. അതുകൊണ്ട് തന്നെ ശൗലിന്, ഹല്ലേലൂയ, ദാവീദിനെയും അവന്റെ അപ്പനായ യിശ്ശായിയെയും അറിയാം. എന്നിട്ടും അത് മറച്ചു വെക്കുക, രക്തം ചെയ്യാം. ഇവിടെ നാം ദൈവവചനം വായിക്കുമ്പോൾ ദാവീദ് ഗോലിയാത്തിന്റെ നേരെ ചെല്ലുന്നത് കണ്ടപ്പോൾ അവന്റെ പിതാവ് ആരാണെന്ന് ശൗൽ അന്വേഷിക്കുക. തന്റെ പടച്ചട്ട അണിയിച്ച് ഗോലിയാത്തിനെ നേരിടാൻ പോയവനെ, ആമീൻ, ദുരാത്മാവ് ബാധിച്ചപ്പോൾ കിന്നരം വായിച്ച് തനിക്ക് ആശ്വാസം വരുത്തിയവനെ, ഹല്ലേലൂയ, സ്തോത്രം, തന്റെ അരമനയിൽ കുറെ നാൾ താമസിച്ചവനെ ആരാണെന്ന് ശൗലിന് അറിയില്ല. അതൊരു അത്ഭുതകരമല്ലേ? എന്ന് പറഞ്ഞാൽ യുദ്ധത്തിന് ശൗലിന്റെ പടച്ചട്ട അണിയിച്ച് ദാവീദിനെ അയച്ചു. ഹല്ലേലൂയ. ശൗലിന് ദുരാത്മാവ് വരുമ്പോൾ കിന്നരം വായിച്ച് അതിൽ നിന്ന് വിടുതൽ കൊടുത്തവൻ. മാത്രമല്ല, ശൗലിന്റെ അരമനയിൽ കുറച്ചു നാളം താമസിച്ചവൻ. ആ മനുഷ്യനെയാണ് ശൗൽ അറിയത്തില്ലെന്ന് പറയുന്നത്. അബ്നേരിനും അറിയത്തില്ല. കാരണം ശൗലിനെ കൊണ്ട് ചെയ്യുവാൻ കഴിയാത്തത്, ശൗലിന്റെ പട്ടാളത്തിലുള്ള ആളുകളെ കൊണ്ട് ചെയ്യുവാൻ കഴിയാത്തത്, അബ്നേരിനെ കൊണ്ട് ചെയ്യുവാൻ കഴിയാത്ത ഈ ബാരിക്കാരൻ ചെയ്തു കഴിഞ്ഞപ്പോൾ ഹല്ലേലൂയ, അതങ്ങോട്ട് അംഗീകരിക്കാൻ വളരെ ബുദ്ധിമുട്ടാണ്. ഇന്ന് അത് തന്നെയാണ്. നിങ്ങളിലൂടെ ദൈവം മഹത്വമേറിയ ശുശ്രൂഷ ചെയ്ത് നിങ്ങളെ പുറത്തു കൊണ്ടുവരുമ്പോൾ നിങ്ങളെയും നിങ്ങളുടെ ശുശ്രൂഷയും അംഗീകരിക്കുവാൻ വളരെ പ്രയാസം തോന്നും. കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ നിങ്ങൾ ഒന്നിച്ച് നടന്ന്, ഒന്നിച്ച് ശുശ്രൂഷിച്ച്, ഒന്നിച്ച് വേദി പങ്കിട്ട്, ഒന്നിച്ച് ഒരിടത്ത് പാർത്ത്
ആമീൻ ശുശ്രൂഷ ചെയ്തു പോന്ന പലരും പിന്നത്തേത് ചില സാഹചര്യത്തിൽ നിങ്ങളെ കാണുമ്പോൾ മറ്റുള്ളവരോട് ചോദിക്കാറുണ്ട്, ആ മനുഷ്യൻ ഏതാ, ആ പുള്ളി ഇപ്പൊ എവിടാ? അവർക്കറിയാൻ പറ്റാഞ്ഞിട്ടല്ല, പക്ഷെ നിങ്ങളിൽ മഹത്വമേറിയ ശുശ്രൂഷ വെളിപ്പെട്ടപ്പോൾ, അവർക്ക് ചെയ്യുവാൻ കഴിയാത്ത ചില അത്ഭുതകരമായ ശുശ്രൂഷ നിങ്ങളിൽ വെളിപ്പെടുത്തി കഴിഞ്ഞപ്പോൾ നിങ്ങളെ അവർക്ക് മനസ്സിലാകുന്നില്ല. ഉള്ളത് പറഞ്ഞാൽ അതൊരു അത്ഭുതമല്ലേ? ശൗലിന് ദാവീദിനെ അറിയാൻ കഴിയുന്നില്ല എന്ന് പറഞ്ഞൊരു ആശ്ചര്യമല്ലേ? ഒരു അത്ഭുതമല്ലേ? ഹല്ലേലൂയ, സ്തോത്രം. അതൊരു കഷ്ടം തന്നെയായിപ്പോയി. സ്തോത്രം. നന്ദിയില്ലാത്ത ലോകം ഇങ്ങനെയാകട്ടോ, നന്ദിയില്ലാത്ത ലോകം ഇങ്ങനെ. ഇതേ ചോദ്യം തന്നെ എനിക്ക് നിങ്ങൾക്ക് നേരെ പലപ്പോഴും ഉയർന്നിട്ടുണ്ട്. പലപ്പോഴും നിങ്ങളോട് ഇങ്ങനെ ചോദിച്ചിട്ടില്ലേ, നിങ്ങൾ എവിടുന്ന് വരിക, നിങ്ങൾ ഏത് സഭയിലാ, നിങ്ങൾ എവിടെ ശുശ്രൂഷിക്കുന്നത്? മുമ്പ് നമ്മൾ ഒന്നിച്ച് കണ്ട് നടന്ന് പരിചയപ്പെട്ടിട്ടുണ്ട്. പക്ഷെ നിങ്ങളിലൂടെ മഹത്വമേറിയ ശുശ്രൂഷ വെളിപ്പെട്ട് കഴിയുമ്പോൾ നിങ്ങളെ ഒന്ന് ഉയർത്താൻ അവര് തയ്യാറല്ല. നിങ്ങളെ കണ്ടില്ലെന്ന് നടിക്കുന്നതാണ് ഇന്നത്തെ ആത്മീയലോകം. ശൗലിന്റെ കാലഘട്ടത്തിൽ ഇങ്ങനെ നടന്നെങ്കിൽ ഇന്നും അനവധി ശൗലിമാർ ദൈവസഭകളിലുണ്ട്. എന്നാൽ അതിന്റെ നടുവിൽ ശക്തമായി ഉപയോഗിക്കുന്ന ദാവീദിനെ പോലുള്ള ഭാര്യക്കാരും സഭയിലുണ്ടെന്ന് നിങ്ങൾ തിരിച്ചറിയണം. സാരമില്ല സഹോദര, അങ്ങനെയൊക്കെ ചോദ്യങ്ങൾ വരട്ടെ. അങ്ങനെയൊക്കെ ചോദ്യങ്ങൾ വരുമ്പോൾ നിങ്ങൾ താഴ്ത്തി നിങ്ങളെ കൊടുത്താൽ മതി. അവരുടെ മധ്യയെ മാനിക്കുന്ന ഒരു ദൈവമുണ്ട്. ദാവീദിനെ മാനിച്ച ദൈവം നിങ്ങളെയും മാനിക്കും. നിങ്ങളുടെ പരാജയത്തെ, നിങ്ങളുടെ തകർച്ചയെ, നിങ്ങളുടെ തളർച്ചയെ മാറ്റി നിങ്ങൾ എവിടെല്ലാം അപമാനിക്കപ്പെട്ടു, തലതാഴ്ത്തേണ്ടി വന്നു, അവരുടെ നടുവിൽ ദൈവം നിന്നെ മഹത്വമേറിയ ശുശ്രൂഷ തന്ന ഹല്ലേലൂയ, ദൈവം നിന്നെ മാനിക്കും. 40 ദിവസം ഇസ്രായേലിലെ നിരകളെ വെല്ലുവിളിച്ച ഹല്ലേലൂയ ഗോലിയാത്ത്. ഹല്ലേലൂയ, ആ ഗോലിയാത്തിനെ തകർക്കുവാൻ ശൗലിന്റെ പട്ടാളത്തിൽ ആർക്കും കഴിയാതിരുന്നപ്പോൾ ഹല്ലേലൂയ ദാവീദ് ആ ദൗത്യം നിർവഹിച്ചു. ഹല്ലേലൂയ, ആ ദൗത്യം നിർവഹിച്ച് ഫിലിസ്ത്യ മല്ലന്റെ തലയുമായി വരുന്നത് കണ്ടപ്പോൾ ശൗല് ചോദിച്ച ചോദ്യമാ നമ്മൾ വായിച്ച വചനം. ഇന്നും അങ്ങനെയൊക്കെ തന്നെയാ, സാരമില്ല. ഇവിടെ നമ്മൾ ദൈവത്തിൽ എത്തിച്ചു കൊടുക്കാം. എന്നെ കേൾക്കുന്ന പ്രിയ മാതാവേ, പിതാവേ, ശുശ്രൂഷ ദൈവം നിനക്കാ തന്നത്. ഹല്ലേലൂയ, നിന്റെ മേലാണ് അഭിഷേകമുള്ളത്. ശത്രുവിനെ പരാജയപ്പെടുത്തുവാൻ, ശത്രുവിനെ നിർമൂലനം ചെയ്യുവാൻ നിനക്ക് തന്നിരിക്കുന്ന അഭിഷേകമുണ്ട്. ആ അഭിഷേകത്തിനകത്ത് നിറഞ്ഞു നിന്ന് ഈ നാളുകളിൽ ദൈവസഭയ്ക്ക് നേരെ ഉയരുന്ന ഫിലിസ്ത്യ മല്ലന്മാരെ നീ ഉടയ്ക്കണം, അവരെ നീ ജയിക്കണം. ചിലർക്ക് കഴിയാത്തത്, ചിലരെ കൊണ്ട് സാധിക്കാത്തത്, ചിലർക്ക് കഴിയാതെ പോയ ചില മഹത്വമേറിയ ശുശ്രൂഷ ദൈവം നിങ്ങളിൽ ഫലമേൽപ്പിച്ചിട്ടുണ്ട്. രക്തം ചെയ്യും. എന്നെ കേൾക്കുന്ന സഹോദര, ശുശ്രൂഷയിൽ നീ നിരാശപ്പെട്ടു പോകരുത്. ശുശ്രൂഷയിൽ നിങ്ങൾ നിരാശപ്പെട്ടു പോകരുത്. ശുശ്രൂഷയിൽ നിങ്ങൾ ഭാരപ്പെട്ടു പോകരുത്. ദൈവം നിന്നെ ശക്തമായിട്ട് ഉപയോഗിക്കുന്ന നാളുകളുണ്ട്. ദാവീദിനെ ശക്തമായി ഉപയോഗിച്ചതുപോലെ ഈ നാളുകളിൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നിന്നെ ശക്തമായിട്ട് ഉപയോഗിക്കും. ഹല്ലേലൂയ, മറ്റാർക്കും കിട്ടാത്ത ചില വെളിപ്പാടുകൾ, മറ്റാർക്കും കിട്ടാത്ത ചില കൃപകൾ, മറ്റാർക്കും കിട്ടാത്ത ചില കൃപാവരങ്ങളെ ദൈവം നിനക്ക് തന്നിട്ട് ഈ കാലഘട്ടത്തിൽ ദൈവസഭയ്ക്ക് വിരോധമായി എഴുന്നേൽക്കുന്ന ഫിലിസ്ത്യ മല്ലന്മാരെ തകർക്കുവാൻ കഴിയുന്ന ഒരു അഭിഷേകമായി ദൈവം നിന്നെ എഴുന്നേൽപ്പിക്കാൻ പോവുകയാണ്. വിശ്വസിക്കുന്ന ദൈവത്തിന്റെ പേരിൽ ഒരു സ്തോത്രം പറഞ്ഞാട്ട് രക്തം ചെയ്യും. ഇവിടെ നാം ദൈവത്തിന്റെ വചനം വായിക്കുമ്പോൾ ബാല്യക്കാരെ നീ ആരുടെ മകനെന്ന് ചോദിച്ചു. അതെ, ദൈവത്തിന് ബാല്യക്കാരെ ആവശ്യമാണ്. ദൈവത്തിന് ഇന്ന് അനവധി ബാല്യക്കാരെ, അനവധി യൗവനക്കാരെ ആവശ്യമാണ്. കഴിഞ്ഞ കാലഘട്ടങ്ങളിലെ ശുശ്രൂഷ നാം മനസ്സിലാക്കി അനവധി ആളുകളുടെ ജീവിത ചരിത്രം പഠിച്ചു വരുമ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്, യൗവനക്കാർ കർത്താവിന് ആവശ്യമാണെന്ന്. യൗവനക്കാർ കർത്താവിന് ആവശ്യമാണ്. വില്ലങ്കേറി എന്ന് പറഞ്ഞ ഭക്തൻ യൗവന പ്രായത്തിൽ ദൈവത്തിനായി വളരെ കാര്യം ചെയ്യണമെന്ന് തീരുമാനിച്ചു. വില്ലങ്കേറി എന്ന് പറയുന്ന ആ യൗവനക്കാരെ തന്റെ ചെറിയ പ്രായത്തിൽ തന്നെ കർത്താവിന് വേണ്ടി വലിയ കാര്യങ്ങൾ ചെയ്യണമെന്ന് അദ്ദേഹം തീരുമാനിച്ചു. ഹല്ലേലൂയ, ദൈവത്തിൽ നിന്നും വലിയ കാര്യങ്ങൾ അദ്ദേഹം പ്രതീക്ഷിച്ചു. വലിയ കാര്യങ്ങൾ ചെയ്യുവാൻ അദ്ദേഹം തീരുമാനത്തിൽ ഉറച്ചു. വലിയ കാര്യങ്ങൾ വെല്ലുവിളിയോടെ ഏറ്റെടുക്കുവാൻ അദ്ദേഹം തീരുമാനിച്ചു. അതെ, വില്ലങ്കേറി എന്ന് പറഞ്ഞ മനുഷ്യൻ നല്ല തീരുമാനത്തിലുടമയായിരുന്നു. തന്നെ ഏൽപ്പിച്ച ദൗത്യമായി താൻ മുന്നോട്ട് കടന്നു പോകുമ്പോൾ തനിക്ക് മുമ്പിലുള്ള എല്ലാ വെല്ലുവിളികളും താൻ ഏറ്റെടുത്തുകൊണ്ട് തന്റെ ശുശ്രൂഷയുടെ മഹത്വം വെളിപ്പെടുത്തുക എന്നുള്ളത് വില്ലങ്കേറിയുടെ ശുശ്രൂഷയുടെ ഭാഗമായിരുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, സ്തോത്രം. അതുകൊണ്ട് ദൈവത്തിന്റെ വചനം പറയുന്നത്, ആമീൻ, ദൈവം വില്ലങ്കേറിയോട് കൂടെ ഇരുന്നു, തന്നെ ആമിലലിയെ ശക്തമായി ഉപയോഗിച്ചു.
ഹല്ലേലൂയ. ആമിനലി ആ വ്യക്തി കർത്താവിന് വേണ്ടി എഴുന്നേറ്റ് പ്രകാശിച്ചു. ഹല്ലേലൂയ. കർത്താവിന് വേണ്ടി നിങ്ങൾ എഴുന്നേറ്റ് പ്രകാശിക്കുവാൻ തയ്യാറാകുമ്പോൾ നിങ്ങളുടെ യൗവന പ്രായത്തിൽ തന്നെ ഹല്ലേലൂയ ദൈവം നിങ്ങളെ ഉപയോഗിക്കും. ഈ ലോകത്തിൽ നിങ്ങൾ ജീവിക്കുമ്പോൾ നിങ്ങളുടെ ആശാ മോഹങ്ങളിൽ നിന്ന് നിങ്ങൾ വിടുവിക്കപ്പെടണം. ഈ ലോകത്തിൽ നിങ്ങൾ ജീവിക്കുമ്പോൾ നിങ്ങളുടെ ആശാ മോഹങ്ങൾ നിങ്ങൾ വിടുവിക്കപ്പെട്ട് ഭക്തിയുള്ള ജീവിതം നയിപ്പാൻ നിങ്ങൾക്ക് കഴിയണം. ഹല്ലേലൂയ. ശൗലിനെ പോലെ ഹല്ലേലൂയ പരാജിതനായി മാറാതെ ദാവീദിനെ പോലെ ജയാളിയായി മാറണം. രക്തം ചെയ്യും. ദാവീദ് ജയാളിയായ മനുഷ്യനാണ്. തനിക്കൊരു തീരുമാനമുണ്ട്, തനിക്കൊരു ദൗത്യമുണ്ട്, ദൈവത്തോടൊരു ഉടമ്പടിയുണ്ട്. താൻ ഏറ്റെടുക്കുന്ന ദൗത്യം വിജയിപ്പിക്കണമെന്ന് ദാവീദിനൊരു ആഗ്രഹമുണ്ട്. ഹല്ലേലൂയ. അത് തന്നിലൂടെ ദൈവം ചെയ്തിരിക്കുക. എന്നെ കേൾക്കുന്ന മാതാവേ, പിതാവേ, ദൈവത്തിന് നിങ്ങളെക്കുറിച്ച് പ്ലാനുണ്ട്. ദൈവത്തിന് നിങ്ങളെക്കുറിച്ച് പദ്ധതിയുണ്ട്. മറ്റാർക്കുമില്ലാത്ത ചില ശുശ്രൂഷകൾ ദൈവം നിന്റെ പക്കൽ ഏൽപ്പിച്ചിട്ടുണ്ട്. മറ്റാർക്കും ചെയ്യുവാൻ കഴിയാത്ത, മറ്റാർക്കും പറയുവാൻ കഴിയാത്ത, മറ്റാർക്കും കടന്നു ചെല്ലുവാൻ കഴിയാത്ത ചില മേഖലയിലൂടെ ദൈവം നിന്നെ നടത്തുവാൻ ആഗ്രഹിക്കുന്നു. രക്തം ചെയ്യും. നിന്റെ ഉള്ളിൽ പകർന്നിരിക്കുന്ന താലന്തുകൾ അത് ദൈവത്തിന് വേണ്ടി പ്രയോജനപ്പെടുത്തണം. രക്തം ചെയ്യും. ദാവീദിനെ ദൈവം ഏൽപ്പിച്ച താലന്തുകളൊക്കെ ദാവീദ് കർത്താവിന് വേണ്ടി പ്രയോജനപ്പെടുത്തുകയാണ്. ഹല്ലേലൂയ. അതെ, നിങ്ങൾക്ക് തന്നിരിക്കുന്ന താലന്തുകൾ നിങ്ങൾ കർത്താവിന് വേണ്ടി പ്രയോജനപ്പെടുത്തണം. അപ്പം ബാല്യക്കാരെ അഥവാ യൗവനക്കാരെ കർത്താവിന് ആവശ്യമാണ്. എന്നുകൊണ്ട് മുതിർന്നവരെ വേണ്ടെന്നല്ല, അവരെയും വേണം. പ്രൈസലോ. ഇവിടെ നാം ദൈവത്തിന് വചനം വായിക്കുമ്പോൾ നാം വായിച്ച ദൈവത്തിന്റെ ഭാഗത്ത് ബാലികനായിരിക്കുന്ന ദാവീദിനെ നമുക്ക് കാണാം. ഗോലിയാത്തിനെ കൊന്ന് അവന്റെ തലയെടുത്ത് ജയവീരനായി ദാവീദ് തിരിച്ചു വരുന്നു. ഹല്ലേലൂയ. ഈ ബാലികനാണ് ദാവീദ്. ഹല്ലേലൂയ. ഇസ്രായേൽ ജനത്തെ 40 ദിവസം നിന്ന് വെല്ലുവിളിച്ച് ആ ഫിലിസ്ത്യ മല്ലന്റെ തല വെട്ടിയെടുത്തുകൊണ്ട് ദാവീദ് ജയവീരനായി തിരിച്ചു വരുന്നു. കർത്താവിനായി, സഭയ്ക്കായും ദേശത്തിനായും ദാവീദിനെ പോലെയുള്ള യൗവനക്കാർ എഴുന്നേൽക്കണമെന്നാണ് ദൈവം ആഗ്രഹിക്കുന്നത്. ഹല്ലേലൂയ. കർത്താവിന് വേണ്ടിയിട്ട്, ദൈവസഭയ്ക്ക് വേണ്ടി, ദേശത്തിന് വേണ്ടി, കുടുംബങ്ങൾക്ക് വേണ്ടി, അവൻ ജനത്തിന്റെ ആത്മീയ വിടുതലിന് വേണ്ടി ഹല്ലേലൂയ ദാവീദിനെ പോലെയുള്ള ബാല്യക്കാരെ ദൈവത്തിന് ആമേൻ ആവശ്യമാണ്. ഹല്ലേലൂയ എന്ന് പറഞ്ഞാൽ ഹല്ലേലൂയ സ്തോത്രം. ഗോലിയാത്തായ ശത്രുവിന്റെ സകല തന്ത്രങ്ങളെയും നശിപ്പിക്കണമെങ്കിൽ, ഫിലിസ്തീന്റെ സകല തന്ത്രങ്ങളെ നശിപ്പിക്കണമെങ്കിൽ, സുവിശേഷത്തിന് വിരോധമായി നിൽക്കുന്ന അന്ധകാര വ്യാപാരങ്ങളുടെ സകല തന്ത്രങ്ങളെ നശിപ്പിക്കണമെങ്കിൽ ദൈവത്തിന് വേണ്ടി എഴുന്നേറ്റ് പ്രകാശിക്കുന്ന ബാല്യക്കാരെ, യൗവനക്കാരെ ദൈവത്തിന് ആവശ്യമാണ്. അന്ധകാരത്തിന്റെ ശക്തിയിൽ നിന്ന് ജനങ്ങളെ വിടിവിക്കുവാനായി ഈ നാളുകളിൽ സഭകൾക്കകത്ത് യൗവനക്കാർ എഴുന്നേൽക്കട്ടെ. ദേശം പാപം കൊണ്ട് നിറയപ്പെട്ട് കിടക്കുന്നു, ശാപം കൊണ്ട് നിറയപ്പെട്ട് കിടക്കുന്നു. ഫിലിസ്ത്യ മല്ലന്മാരെ പോലുള്ള അന്ധകാരത്തിന്റെ ശക്തികൾ ദേശത്തെ കൈയടക്കി, സഭയെ കൈയടക്കി, ജനത്തെ കൈയടക്കി പാപത്തിന്റെ ആഴങ്ങളിലേക്ക് വലിച്ചിഴച്ചു കൊണ്ടുപോകുമ്പോൾ അവരെ തകർത്തിട്ട് അവന്റെ കയ്യിൽ അകപ്പെട്ടു പോയി ജനത്തെ വിടിവിച്ച് അവൻ ദൈവത്തെങ്കിലേക്ക് കൊണ്ടുവരുവാൻ രക്തം ചെയ്യും. ദൈവം യൗവനക്കാരെ അന്വേഷിക്കുന്നു. രക്തം ചെയ്യും. പ്രൈസലോ. നിങ്ങൾ തയ്യാറാണോ? ഹല്ലേലൂയ. നിങ്ങളിത് തയ്യാറാണെങ്കിൽ നിങ്ങൾ മറ്റാരുടെ അഭിപ്രായം ചോദിക്കാതെ നിങ്ങൾ സ്വന്തം നിർണയപ്രകാരം, സ്വന്തം ഹിതപ്രകാരം കർത്താവ് ഞാൻ അതിന് തയ്യാറാണെന്ന് പറഞ്ഞാൽ ഹല്ലേലൂയ ദൈവം നിങ്ങളെ ശക്തമായിട്ട് ഉപയോഗിക്കും. രക്തം ചെയ്യും. ഇവിടെ നാം ദൈവത്തിന് വചനം വായിക്കുന്നുണ്ട്. ശൗൽ രാജാവ് ദാവീദിനെ നോക്കി, ബാലിക്കാര, നീ ആരുടെ മകൻ എന്ന് ചോദിച്ചു. അപ്പോൾ ദാവീദ്, ഞാൻ ബേത്ലഹേമിനായ നിന്റെ ദാസൻ യിശ്ശായിയുടെ മകൻ എന്ന് പറഞ്ഞു. വീണ്ടും പുള്ളി സംശയത്തോടു കൂടി ദാവീദിനോട് ചോദിക്കുക, ബാലിക്കാര, നീ ആരുടെ മകൻ? അപ്പോൾ ദാവീദ് പറഞ്ഞതാ, സ്തോത്രം, ഞാൻ ബേത്ലഹേമിനായ നിന്റെ ദാസൻ യിശ്ശായിയുടെ മകനാണെന്ന് ശരിയായ നിലയിൽ അഡ്രസ് പറഞ്ഞു കൊടുക്കുക ദാവീദ്. ഹല്ലേലൂയ സ്തോത്രം. നോക്കിവിൻ, ദാവീദ് തന്നെ മറച്ചു വെച്ച് അപ്പന്റെ പേര് ഉയർത്തി പറയുന്നു. ഹല്ലേലൂയ. ഇവിടെ നമ്മളൊക്കെ ആണെങ്കിൽ നമ്മുടെ പേര് ഉയർത്തി വെച്ചിട്ട് അപ്പന്റെ പേര് മറന്നുപോയേനെ. പക്ഷെ ഇവിടെ ദാവീദ് തന്റെ പേര് മറച്ചു വെച്ചിട്ട് താൻ ബേത്ലഹേമിനായിരിക്കുന്ന യിശ്ശായിയുടെ മകനാണെന്ന് പറഞ്ഞ് തന്റെ അപ്പനെ ഉയർത്തി കാണിക്കുക. ഹല്ലേലൂയ. ഇതിനകത്തും നമുക്ക് പഠിക്കാനുള്ളത്,
കർത്താവ് നിങ്ങൾക്കൊരു മഹത്വമേറിയ ശുശ്രൂഷ തരുമ്പോൾ, കർത്താവ് നിങ്ങൾക്കൂടെ ജയകരമായ ശുശ്രൂഷ ചെയ്തെടുത്ത് കഴിയുമ്പോൾ, നിങ്ങളിലൂടെ ആ മഹത്വം വെളിപ്പെടുത്താതെ നിങ്ങളിലൂടെ ശുശ്രൂഷ ചെയ്ത കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമത്തെ നിങ്ങൾ ഉയർത്തണം. ഹല്ലേലൂയ. യേശുക്രിസ്തുവിന്റെ നാമത്തെ വേണം നിങ്ങൾ പറയുവാൻ. നിങ്ങൾ സ്വയം താഴുവാൻ കഴിയണം. കണ്ട, ദാവീദ് ഇവിടെ സ്വയം താഴ്ന്നിട്ട് പറയുകയാണ്, ഹല്ലേലൂയ, സ്തോത്രം, ബേത്ലഹേമ്യനായ നിന്റെ ദാസൻ ഇശ്ശായിയുടെ മകൻ എന്ന് പറഞ്ഞു. ഹല്ലേലൂയ. അപ്പന്റെ പേര് ഉയർത്തി പറയുക. ഹല്ലേലൂയ, സ്തോത്രം. തന്നെ പ്രസവിച്ച മാതാപിതാക്കന്മാർക്ക് നല്ല പേര് വാങ്ങിക്കൊടുക്കണമെന്ന ആഗ്രഹം ദാവീദിന്റെ ഹൃദയത്തിലുണ്ടായിരുന്നു. ഹല്ലേലൂയ. ആമേൻ. ദാവീദിന്റെ പിതാവിനും ദാവീദിനെ പ്രസവിച്ചവന്റെ അമ്മയ്ക്കും നല്ല പേരുണ്ടാക്കി കൊടുക്കണമെന്നുള്ള ഹൃദയവാഞ്ഛ ദാവീദിനുണ്ടായിരുന്നു. അതുപോലെ തന്നെ നിങ്ങളെ വീണ്ടും ജനിപ്പിച്ച, നിങ്ങൾക്ക് വീണ്ടും ജന്മം തന്ന, പാപത്തിൽ നിങ്ങളെ വിടുവിച്ച്, ശാപത്തിൽ നിന്ന് വിടുവിച്ച്, ലോകത്തിൽ വിടുവിച്ച്, ഫിലിസ്ത്യ മല്ലന്മാരുടെ കയ്യിൽ നിങ്ങളെ വിടുവിച്ച്, നിങ്ങളെ മേലൊരു അഭിഷേകം പകർന്ന് നിങ്ങളിലൂടെ മഹത്വമേറിയ ശുശ്രൂഷകൾ ദൈവം ചെയ്യുമ്പോൾ, നിങ്ങളും കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമത്തെ ആമേൻ നിങ്ങൾ ഉയർത്തണം. ഹല്ലേലൂയ. ദാവീദ് ഹല്ലേലൂയ തന്റെ പിതാവിന്റെയും പേര് ഉയർത്തി കാണിക്കുന്ന പോലെ എന്നെ കേൾക്കുന്ന നമ്മൾ കർത്താവിന്റെ നാമത്തെ ഉയർത്തി കാണിക്കണം. ഹല്ലേലൂയ, സ്തോത്രം. നിങ്ങൾ കർത്താവിന് വേണ്ടി ശക്തമായിട്ട് എഴുന്നേറ്റ് പ്രവർത്തിക്കണം. കർത്താവിന് വേണ്ടി ശക്തമായിട്ട് നിങ്ങൾ പ്രവർത്തിച്ചു തുടങ്ങുമ്പോൾ ദൈവം നിങ്ങളുടെ ജീവിതത്തിൽ അത്ഭുതങ്ങളെ ചെയ്യുവാൻ തുടങ്ങും. ഇന്ന് നിങ്ങളുടെ ഹൃദയത്തിൽ ലോകപ്രകാരമുള്ള മാതാപിതാക്കന്മാരെ മാത്രമല്ല കർത്താവിന്റെ നാമത്തെയും നിങ്ങൾ ഉയർത്തണമെന്ന ആഗ്രഹം ഉണ്ടായിരിക്കണം. രക്തം ചെയ്യാം. ലോകപ്രകാരമുള്ള മാതാപിതാക്കന്മാരെ മാത്രം ഉയർത്താതെ നിങ്ങളുടെ യഥാർത്ഥ സൃഷ്ടമായിരിക്കുന്ന, നിങ്ങളെ വീണ്ടും ജനത്തിലൂടെ പുറത്തെടുത്ത കർത്താവ് യേശുക്രിസ്തുവിന്റെ നാമത്തെയും നിങ്ങൾ ഉയർത്തുവാൻ കഴിയണം. എന്ത് ചെയ്താലും കർത്താവിന്റെ നേതൃത്വത്തിൽ യേശുവിന്റെ നാമത്തിൽ നിങ്ങൾ എന്ത് ചെയ്താലും ഹല്ലേലൂയ നിങ്ങൾ കർത്താവിന്റെ നാമത്തെ ഉയർത്തണം. പ്രൈസ് ദി ലോർഡ്. പരീക്ഷയിൽ ജയം പ്രാപിക്കുമ്പോൾ ഹല്ലേലൂയ, സ്തോത്രം, എന്റെ അറിവാലും ജ്ഞാനത്താലുമാണ് ഞാൻ ജയിച്ചതെന്ന് നീ പറയാതെ, യേശുക്രിസ്തു എന്നോട് കൂടിയിരുന്ന് എനിക്ക് ജ്ഞാനം പകർന്ന് തന്നതുകൊണ്ടാണ്, എനിക്ക് ബുദ്ധി തന്നതുകൊണ്ടാണ്, കഴിവ് തന്നതുകൊണ്ടാണ്, ഓർമ്മ തന്നതുകൊണ്ടാണ് ഞാൻ എന്റെ പരീക്ഷയിൽ ഉന്നതമായ വിജയം പ്രാപിച്ചതെന്ന് പറയുവാൻ കഴിയണം. നിങ്ങളുടെ പരീക്ഷയിൽ, നിങ്ങളുടെ ജോലിയിൽ, നിങ്ങളുടെ ബിസിനസ്സിൽ, നിങ്ങളുടെ ശുശ്രൂഷയിൽ നിങ്ങൾ ഉയർച്ച പ്രാപിക്കുമ്പോൾ അത് നിങ്ങൾ പറയണം, നിങ്ങളുടെ സ്വന്തം കഴിവ് കൊണ്ടല്ല, യേശുക്രിസ്തു എന്നിലൂടെ ചെയ്തതാണെന്ന് പറയണം. ഇതന്നെയാ ദാവീദും പറയുന്നേ. ഹല്ലേലൂയ. ദാവീദ് സ്വന്തമായിട്ടൊരു മഹത്വം എടുക്കുന്ന എല്ലാം തന്നെ ഇവിടെ ശുശ്രൂഷ ചെയ്യിപ്പിച്ച യഹോവയായ ദൈവത്തിന് മഹത്വം കൊടുക്കുകയാണ്. ഹല്ലേലൂയ. അതേ പ്രിയരെ, നിങ്ങൾ കർത്താവിന് മഹത്വം കൊടുക്കണം. ഹല്ലേലൂയ. നമുക്കറിയാം, ദൈവത്തിന്റെ വചനമൊക്കെ വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്, കഴിഞ്ഞ കാലഘട്ടത്തിലെ ചില സാഹചര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കിയാൽ, ഒളിമ്പിക് മത്സരത്തിൽ ജയം വരിച്ച അനേകരെ ടെലിവിഷനിലൂടെ പ്രദർശിപ്പിച്ചുകൊണ്ട് ഇരിക്കുന്നത് കാണാം. ഒരുവൻ കുനിഞ്ഞ് തറയിൽ തൊട്ട് ചുംബിച്ച് മറ്റൊരുവൻ തനിക്ക് ലഭിച്ച വെള്ളിക്കപ്പിനെ ഉയർത്തിപ്പിടിച്ചു അവരുടെ സന്തോഷം അറിയിക്കുകയാണ്. ഒളിമ്പിക്സ് ജയം പ്രാപിച്ചു വരുമ്പോ എന്ത് ചെയ്യുന്നേ? ചിലര് തറയിൽ തൊട്ട് ചുംബിച്ച് അതിന് വണങ്ങും. ചിലര് തങ്ങൾക്ക് കിട്ടിയ സ്വർണത്തിലോ വെള്ളിയിലോ വെങ്കലത്തിലോ തൊട്ടിട്ട് ചുംബിച്ചിട്ട് അതിനെ വണങ്ങും. ഹല്ലേലൂയ. എന്നാൽ ചില ആളുകൾ എന്ത് ചെയ്യും? ഹല്ലേലൂയ, സ്തോത്രം, അവർ ആകാശത്തിലേക്ക് കണ്ണുകൾ ഉയർത്തിയിട്ട്, നന്ദി യേശുനാഥ, ഞാൻ ഈ നേടിയ ഈ അനുഗ്രഹത്തിന്, ഞാൻ ഈ നേടിയ സമ്മാനത്തിന്, എന്റെ ഈ വിജയത്തിന്റെ പിന്നിൽ പ്രവർത്തിച്ചതെല്ലാം അങ്ങാണെന്ന് പറഞ്ഞ് ദൈവത്തിന് നന്ദി കൊടുക്കും. ഹല്ലേലൂയ. ദൈവത്തെ സ്തുതിക്കും. നമ്മുടെ കർത്താവ് എത്ര സന്തോഷിക്കുന്നുണ്ടായിരിക്കും. ചിലര്, ഞാൻ പറഞ്ഞില്ലേ, നിലത്തെ തൊട്ട് വന്നിച്ച് മഹത്വം കൊടുക്കുമ്പോൾ, ചിലര് തങ്ങൾക്ക് കിട്ടിയ കിരീടങ്ങളെ തൊട്ട് വന്നിച്ച് മഹത്വം കൊടുക്കുമ്പോൾ, ചില ആളുകൾ അവർ ദൈവസന്നിധി വന്ന് കണ്ണുകളിൽ നിന്ന് മുകളിലോട്ട് ഉയർത്തിയിട്ട്, യേശുവേ, അങ്ങാണ് എന്നോട് കൂടിയിരുന്നത്, അങ്ങാണ് എനിക്ക് വിജയം തന്നത്, അങ്ങാണ് എനിക്ക് സമ്മാനങ്ങളെല്ലാം തന്നത്, മുഴുവൻ മഹത്വം അങ്ങേക്കെന്ന് പറയുമ്പോൾ, ഹല്ലേലൂയ, സ്തോത്രം, ഹല്ലേലൂയ, നമ്മുടെ കർത്താവിന്റെ ഹൃദയം എത്രമാത്രം ആനന്ദിക്കുന്നതായിരിക്കും. ഹല്ലേലൂയ. അത് സ്നേഹിത, നിങ്ങളെ കൂടി ഒരു ചെറിയ ശുശ്രൂഷ ദൈവം ചെയ്യിക്കുന്നെങ്കിലും അതിന്റെ മുഴുവൻ മഹത്വം കർത്താവിന് കൊടുക്കണം. ഹല്ലേലൂയ. നിങ്ങൾ ചെയ്യുന്ന സകല ശുശ്രൂഷയുടെയും മഹത്വം ദൈവത്തിന് കൊടുക്കണം. ആ മഹത്വം പ്രാപിപ്പാൻ, ആ മഹത്വത്തിന് യോഗ്യൻ യേശു മാത്രമാണ്.
രക്തം ചെയ്യും. നിങ്ങൾ അങ്ങനെ ഒരു ശുശ്രൂഷയിലേക്ക് വരുമ്പോൾ നിങ്ങളുടെ ജീവിതത്തിലെ പരാജയങ്ങളെ മുഴുവൻ മാറ്റി ദൈവം നിങ്ങളുടെ മേൽ പുതിയ പുതിയ കൃപകളെ പകരാൻ തുടങ്ങും. പുതിയ പുതിയ അഭിഷേകത്തെ ദൈവം ദിവസം തോറും നിങ്ങളുടെ മേൽ പകരാൻ തുടങ്ങും. അല്ലെങ്കിൽ നിങ്ങളുടെ ശുശ്രൂഷയിൽ നിങ്ങൾ വിജയിക്കാൻ തുടങ്ങും. ശുശ്രൂഷയിൽ ഉന്നതമായ ജയം കാണാൻ തുടങ്ങും. നിങ്ങളെ കാണുന്ന പലർക്കും ആശ്ചര്യമായി തോന്നുമാറ് ശൗലിന് ദാവീദിനെ ആമയെക്കുറിച്ച് അങ്ങനെ തോന്നിയതുപോലെ നിങ്ങളെയും പലരും കാണുമ്പോൾ ചോദിക്കും, ആ മനുഷ്യനേതാ? ഹല്ലേലൂയ. അതിങ്ങളുടെ ശുശ്രൂഷയിൽ ദൈവത്തിന് മഹത്വം കൊടുക്കണം. ഹല്ലേലൂയ. ഇവിടെ ദാവീദ് ഫെലിസ്തനെ ജയിച്ചു. ഫെലിസ്തൻ എന്ന വാക്കിന് ജഡിക സ്വഭാവം ഉള്ളവനെന്നാ. ഹല്ലേലൂയ. ദാവീദ് ഹല്ലേലൂയ ഫെലിസ്തനെ ജയിച്ചു. ഫെലിസ്തൻ എന്ന വാക്കിന് ജഡിക സ്വഭാവം ഉള്ളവനെന്നാണ്. അപ്പൊ ഫെലിസ്തനാകുന്ന ജഡിക സ്വഭാവമുള്ള ഈ ലോകത്തിലെ ജനത്തിന്റെ നടുവിൽ നിന്ന് നിങ്ങൾ ജയം പ്രാപിക്കണം. ഹല്ലേലൂയ. ഈ ലോകത്തിലെ ജനം എങ്ങനെയാണ്? ഫെലിസ്തനെ പോലെ ജഡികമായ സ്വഭാവമുള്ളവനാ. ജഡികമായ സ്വഭാവത്തിൽ നിൽക്കുന്നവരുടെ നടുവിൽ നിങ്ങൾ ദാവീദിനെ പോലെ ജയം പ്രാപിക്കണം. ഫിലിസ്തീനായ ജഡിക സ്വഭാവമുള്ളവനെ ദാവീദ് ജയിച്ചതുപോലെ നിങ്ങൾ ഈ ലോകത്തെ ജയിക്കണം. രക്തം ജയം. ഹല്ലേലൂയ. സ്തോത്രം. ഹല്ലേലൂയ. അപ്പം ഇന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്, അല്ലെങ്കിൽ നിങ്ങൾ ജയം ഭരിച്ചവനായി നിങ്ങൾ ദൈവസന്നിധിയിൽ കാണപ്പെടണം. ഹല്ലേലൂയ. അതുകൊണ്ടാണ് യോഹന്നാന്റെ ലേഖനത്തിൽ നമ്മൾ കഴിഞ്ഞ ദിവസം വായിച്ചത്, ബാലിക്കാരാ നിങ്ങൾ ദുഷ്ടനെ ജയിച്ചിരിക്കിയാൽ ഞാൻ നിങ്ങൾക്ക് ഇത് എഴുതിയിരിക്കുന്നു. ഹല്ലേലൂയ. ബാലിക്കാരാ നിങ്ങൾ ദുഷ്ടനെ ജയിച്ചിരിക്കാൻ ഞാൻ ഇത് നിങ്ങൾക്ക് എഴുതുന്നു. അതെ, വേദപുസ്തകത്തിനകത്ത് ദൈവം നൽകിയിരിക്കുന്ന അതിമഹത്തായ ശുശ്രൂഷകളെ പ്രാപിച്ചുകൊണ്ട് കർത്താവിന്റെ വരവ് ഏറ്റവും ആസന്നമായിരിക്കുന്ന കാലഘട്ടത്തിൽ കർത്താവിന് വേണ്ടി ഉണർന്ന് പ്രവർത്തിക്കുവാൻ, കർത്താവിന് വേണ്ടി ഉണർന്ന് പ്രവർത്തിക്കേണ്ട സമയമാണിത്. ഹല്ലേലൂയ. ഈ ലോകം ഞാൻ മുമ്പ് പറഞ്ഞവൾ ജഡിക സ്വഭാവത്താൽ നിറയപ്പെട്ട പരസ്യ മല്ലന്മാരെ പോലെ അനവധി ആളുകൾ അന്ധകാരത്തിന്റെ അതിൽ വീണ് പാപത്തിലൂടെ യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്നു. ഹല്ലേലൂയ. രക്തം ചെയ്യും. അതിൽ ഒരു കൂട്ടം ജനത്തെ പുറത്തെടുക്കുവാൻ, ദൈവസഭയെ പുറത്തെടുക്കുവാൻ, ദൈവദാസന്മാരെ പുറത്തെടുക്കുവാൻ, ദൈവമക്കളെ പുറത്തെടുക്കുവാൻ, ദേശത്തെ പുറത്തെടുക്കുവാൻ ദൈവം നിന്നെ ശക്തമായിട്ട് ഉപയോഗിക്കുക. നിന്റെ കുടുംബത്തിനകത്ത് ജഡിക സ്വഭാവമുള്ള ഫെലിസ്ത്യന്റെ സ്വഭാവമുള്ള എത്രയോ ആളുകളുണ്ട്. അവരുടെ ദൈവം നിന്നെ ആക്കി വെച്ചിരിക്കുന്നത് ദാവീദിനെ പോലെ നീ ജ്വലിച്ച് പ്രകാശിക്കാൻ വേണ്ടിയിട്ടാണ്. രക്തം ചെയ്യും. ഹല്ലേലൂയ. സ്തോത്രം. എന്നെ കേൾക്കുന്ന പ്രിയ ശ്രോതാവേ, നിങ്ങൾ ദാവീദിനെ പോലെ ജഡിക മോഹങ്ങളിൽ നിന്നും ജയം ഭരിച്ചുകൊണ്ട് ഹല്ലേലൂയ നിങ്ങൾ ഈ ലോകത്തെ ജയിക്കണം. ഹല്ലേലൂയ. ദാവീദിനെ പോലെ ജഡികമായ മോഹങ്ങളിൽ നിന്ന്, ജഡികമായ ചിന്തകളിൽ നിന്ന്, നിങ്ങളുടെ ജഡികമായ ആഗ്രഹങ്ങളിൽ നിന്ന് നിങ്ങൾ ജയം പ്രാപിച്ചിട്ട് ഹല്ലേലൂയ നിങ്ങൾ ദൈവത്തിന് മഹത്വം കൊടുക്കണം. ഹല്ലേലൂയ. സ്തോത്രം. ഹല്ലേലൂയ. നിങ്ങളുടെ മാതാപിതാക്കന്മാർക്ക് നിങ്ങൾ പേരുണ്ടാക്കി കൊടുക്കണം. അപ്പോൾ തന്നെ കർത്താവ് യേശുക്രിസ്തുവിന്റെ നാമത്തെ നിങ്ങൾ ഉയർത്തുന്നവരായിരിക്കണം. രക്തം ചെയ്യും. അതുകൊണ്ട് ഈ പാപം നിറഞ്ഞ ലോകത്തിൽ, ശാപം നിറഞ്ഞ ലോകത്തിൽ, മദ്യപാനം കൊണ്ടും വെറുക്കൂത്തുകൊണ്ടും ദുർനടപ്പ് കൊണ്ട് ജഡികമായ ജീവിതം കൊണ്ട് സകല അസന്മാർഗ്യമായ ജീവിത സാഹചര്യം കൂടെ ജനം കടന്നുപോയി ദൈവമായി യാതൊരു ബന്ധവുമില്ലാതെ നിത്യ നരകാഗ്നിയിലേക്ക് യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്ന കോടാനുകൂടി ജനത്തിന്റെ നടുവിൽ ദൈവം നിന്നെ ദാവീദിനെ പോലെ നിർത്തിയിരിക്കുക, നീ ജ്വലിച്ച് പ്രകാശിക്കുവാൻ. ഹല്ലേലൂയ. ഇസ്രായേൽ ജനത്തെ 40 ദിവസം നിരന്തരമായി വെല്ലുവിളിച്ച ഫെലിസ്ത്യമല്ലന്റെ തല തകർത്തതുപോലെ ഈ നാളുകളിൽ ദൈവസഭയ്ക്ക് വിരോധമായി സാത്താൻ എഴുന്നേറ്റ് സാത്താൻ പല തന്ത്രങ്ങളുമായി വരുമ്പോൾ അവന്റെ തലയെ തകർക്കുവാൻ നീ പ്രാർത്ഥനയിൽ ശക്തിപ്പെടണം. ഹല്ലേലൂയ. ഉറച്ചൊരു തീരുമാനം നിനക്കുണ്ടാകണം. രക്തം ചെയ്യും. ജീവിതത്തിൽ ദൈവം തന്നിരിക്കുന്ന അവസരങ്ങൾ നഷ്ടപ്പെടുത്തി കളയാതെ അത് നീ കർത്താവിന് വേണ്ടി ഉപയോഗിക്കണം. ഹല്ലേലൂയ. അതുകൊണ്ട് കർത്താവ് യൗവനക്കാരാ, ഹല്ലേലൂയ, നിന്നെ എനിക്ക് ആവശ്യമുണ്ട്. ബാല്യക്കാരാ, നിന്നെ എനിക്ക് ആവശ്യമുണ്ട്. ഹല്ലേലൂയ. കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ ദൈവസഭയുടെ ചരിത്രം പഠിച്ചു വരുമ്പോൾ, ദൈവസഭയുടെ ചരിത്രങ്ങൾ നാം പരിശോധിച്ചു കഴിയുമ്പോൾ യൗവന പ്രായത്തിൽ ദൈവം ഉപയോഗിച്ച അനവധി മിഷണറി വീരന്മാരെ കാണാൻ കഴിയും. ഹല്ലേലൂയ. കർത്താവിന് വേണ്ടി വില കൊടുത്ത അനവധി മിഷണറി വീരന്മാരെ നമുക്ക് കാണാൻ കഴിയും. ഹല്ലേലൂയ. നിങ്ങൾ അവരെ അനുഗമിക്കണം. പ്രൈസ് ദി ലോർഡ്. നിങ്ങളുടെ ജീവിതം തകർത്ത് കളയുവാനല്ല, നിങ്ങളുടെ ശുശ്രൂഷ തകർത്ത് കളയുവാനല്ല, നിന്റെ മേൽ അഭിഷേകത്തെ നീ ജ്വലിപ്പിക്കണം. രക്തം ചെയ്യും. ഹല്ലേലൂയ. നിന്റെ ഇതിന്മേൽ അഭിഷേകം മാളിക്കത്തണം.
സ്തോത്രം. ദേശത്തെ മാലിന്യം നിറഞ്ഞു നിൽക്കുന്ന മലിനമായതിനെയൊക്കെ നിന്റെ മേലുള്ള അഭിഷേക അഗ്നിയാൽ കരിച്ച് ചാമ്പലാക്കുന്ന ഹല്ലേലൂയ ഒരു അതിമഹത്തായ അസാധാരണമായ ഒരു അഭിഷേകം ദൈവം നിന്റെ മേൽ ഫലമേൽപ്പിക്കുക, നിന്റെ മേൽ പകരാൻ ആഗ്രഹിക്കുക. വിശ്വസിക്കുന്ന ദൈവത്തിന്റെ പേരിലൊന്ന് സ്തോത്രം ചെയ്താട്ട്, വിശ്വസിക്കുന്ന ദൈവത്തെ പേരിലൊന്ന് ദൈവത്തെ സ്തുതിക്കാൻ കഴിയുമോ? ഇന്ന് പകൽ ദൈവം നിനക്ക് വേണ്ടി അത്ഭുതങ്ങളെ ചെയ്യാൻ പോവുകയാണ്. രക്തം ചെയ്യും. ഇന്ന് പകൽ കർത്താവ് നിനക്ക് വേണ്ടി വലിയ കാര്യങ്ങൾ ചെയ്യുവാൻ പോവുകയാണ്. നിന്റെ ജീവിതത്തിൽ ഇന്നലെ വരെ സംഭവിക്കാത്ത, നിന്റെ ശുശ്രൂഷയിൽ ഇന്നലെ വരെ സംഭവിക്കാത്ത നല്ല ചില അത്ഭുതങ്ങൾ ദൈവം ഇന്ന് പകൽ നിന്റെ ശുശ്രൂഷയിൽ വെളിപ്പെടുത്തും. ഇന്ന് പകൽ ദൈവത്തിന്റെ വചനമായി എഴുന്നേൽക്കുന്ന ദൈവത്തിന്റെ ദാസീദാസന്മാരെ, ഞാൻ ഇന്ന് പകൽക്കാലം ശക്തമായി ദൂത് നിങ്ങളോട് പറയട്ടെ, ഇന്ന് വരെ ചെയ്തിട്ടില്ലാത്ത ശുശ്രൂഷ ദൈവം ഇന്ന് പകൽ നിന്നെ അങ്ങോട്ട് ചെയ്യിപ്പിക്കും. ഹല്ലേലൂയ. അപ്പൊ നിങ്ങൾ ശക്തമായി ദൈവത്തിന് വേണ്ടി പ്രയോജനപ്പെടണം എന്നാണ് വചനം പറയുന്നത്. നിങ്ങൾ കർത്താവിന്റെ നാമത്തെ ഉയർത്തണം. അതുകൊണ്ടാണ് നമ്മൾ യോഹന്നാന്റെ സുവിശേഷത്തിലേക്ക് വരുമ്പോൾ, യോഹന്നാന്റെ സുവിശേഷം 5-ാം അധ്യായം ഹല്ലേലൂയ അതിന്റെ 35-ാമത്തെ വാക്യത്തിലേക്ക് വരുമ്പോൾ കാണുന്നു, അവൻ ജ്വലിച്ച് പ്രകാശിക്കുന്ന വിളക്കായിരുന്നു. നിങ്ങൾ അല്പസമയത്തേക്ക് അവന്റെ വെളിച്ചത്തിൽ ഹല്ലേലൂയ ഉല്ലസിപ്പാൻ ഇച്ഛിച്ചു. ഇവിടെ യോഹന്നാൻ സ്നാപകനെ കുറിച്ചും പറയുക, ദാവീദിനെ പോലെ ജ്വലിച്ച് പ്രകാശിക്കുന്ന വിളക്കായിരുന്നു യോഹന്നാൻ സ്നാപകനും. ഹല്ലേലൂയ. അപ്പൊ ഈ സുവിശേഷത്തിൽ പറയുന്നത് യോഹന്നാൻ സ്നാപകനെ കുറിച്ച് കർത്താവിന്റെ സാക്ഷ്യമാണ്. ഈ സുവിശേഷത്തിൽ യോഹന്നാൻ എന്ന് പറഞ്ഞിരിക്കുന്ന സ്നാപക യോഹന്നാനെ കുറിച്ചാണ്. ഹല്ലേലൂയ. യോഹന്നാൻ സ്നാപകൻ കർത്താവിനെ കുറിച്ച് പലപ്പോഴും സാക്ഷ്യം പറഞ്ഞു. ഒടുവിലായി ഹല്ലേലൂയ കർത്താവ് അവനെ കുറിച്ച് ഒരു സാക്ഷ്യം പറഞ്ഞു. യോഹന്നാൻ പറഞ്ഞു ഹല്ലേലൂയ സ്തോത്രം. സ്നാപകൻ പറഞ്ഞു ഹല്ലേലൂയ സ്തോത്രം, ഞാനോ കുറയണം, അവൻ വളരണം. ആ സാക്ഷി അവസാനിക്കുകയാണ് അവിടെ കണ്ട്. എന്നാൽ കർത്താവ് യോഹന്നാനെ കുറിച്ച് വീണ്ടും സാക്ഷ്യം പറയുക. ഹല്ലേലൂയ. അതെ, അവൻ ജ്വലിച്ച് പ്രകാശിക്കുന്ന വിളക്കായിരുന്നു. പ്രൈസ് ദി ലോർഡ്. അതെ, നിങ്ങൾ കർത്താവിന് വേണ്ടി ജ്വലിച്ച് പ്രകാശിക്കുന്ന വിളക്കായി മാറണം. വേദപുസ്തകത്തിൽ ആദ്യോടം നാം പരിശോധിച്ചു കഴിയുമ്പോൾ, ഉൽപ്പത്തി പുസ്തകം തൊട്ട് വെളിപ്പാട് വരെ നാം വായിച്ചു വരുമ്പോൾ കർത്താവിന് വേണ്ടി ജ്വലിച്ച് പ്രകാശിച്ച അനവധി ഭക്തന്മാരെ കാണാൻ കഴിയും. ഒന്നുകൂടെ നാം ചിന്തിച്ചാൽ, യോസേപ്പിന്റെ ജീവിതത്തിലേക്ക് പോയാൽ, തന്റെ 17-ാമത്തെ വയസ്സിൽ ഹല്ലേലൂയ തന്റെ സഹോദരന്മാർ തന്നെ ഇസ്മായിലേക്ക് വിറ്റു. അങ്ങനെ പോത്തിഫറിന്റെ ഭവനത്തിലെത്തി. അവിടെയും താൻ ഹല്ലേലൂയ ആമീൻ താൻ ചെയ്യാത്ത കുറ്റം തന്റെ മേൽ ചുമത്തി താൻ കാരാഗ്രഹത്തിൽ അടയ്ക്കപ്പെട്ടു. 30-ാമത്തെ വയസ്സിൽ ഫറവോന്റെ മുമ്പിൽ നിൽക്കുമ്പോൾ ഹല്ലേലൂയ ആർക്കും കൊടുക്കാത്ത ജ്ഞാനം ദൈവം ജോസേഫിന് നൽകി. ഫറവോൻ കണ്ട സ്വപ്നത്തെ വ്യാഖ്യാനിച്ചതുകൊണ്ട് എന്ത് ചെയ്തു? മിസ്രൈമിൽ 2ാമനായി വാണു. ഹല്ലേലൂയ. അതെ, ജോസഫ് ജ്വലിച്ച് പ്രകാശിക്കുന്നവനായി ദൈവം യോസേഫിനെ ഉയർത്തി. ജീവിത വിശുദ്ധിയിൽ ജോസഫ് മുൻപന്തിയിലായിരുന്നു. ഹല്ലേലൂയ. അത് എന്നെ കേൾക്കുന്ന സ്നേഹിത, ജീവിത വിശുദ്ധിയിലും ജീവിത ഇടപാടുകളിലും ജീവിതത്തിലെ സംസാരങ്ങളിലും ജീവിതത്തിൽ നിങ്ങൾ കടന്നു പോകുന്ന മേഖലയിലെല്ലാം വളരെ വിശുദ്ധിയോടെ നിന്ന് കർത്താവിന് വേണ്ടി ജ്വലിച്ച് പ്രകാശിക്കണം. അങ്ങനെ വേദപുസ്തകത്തിലുടനീളം നാം വായിച്ചാൽ കർത്താവിന് വേണ്ടി ജ്വലിച്ച് പ്രകാശിച്ച അനവധി ആളുകളെ കാണാൻ കഴിയും. അത് ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പോവുകയാണ്. വായിച്ച വചനം എന്താണ്? ഹല്ലേലൂയ സ്തോത്രം. 1 ശമൂവേലിന്റെ പുസ്തകം ഹല്ലേലൂയ 17-ാം അധ്യായം 58-ാമത്തെ വാക്യമാണ്. ശൗലവരോട്, ബാല്യക്കാരാ, നീ ആരുടെ മകനെന്ന് ചോദിച്ചു. ഞാൻ ബേത്ലഹേമിനായ നിന്റെ ദാസൻ ഇശായിയുടെ മകൻ എന്ന് ദാവീദ് പറഞ്ഞു. ഹല്ലേലൂയ. തന്റെ അപ്പന്റെ പേര് പറഞ്ഞ് തന്നെ വെളിപ്പെടുത്തുകയാണ്. അതെ പ്രിയരേ, നാം ഭൂമിയിലായിരിക്കുമ്പോൾ നമ്മുടെ അപ്പന്റെ പേരിനെ നാം ഉയർത്തണം. അപ്പോൾ തന്നെ നമ്മെ ശുശ്രൂഷയ്ക്ക് വിളിച്ച, നമ്മെ ശുശ്രൂഷയ്ക്ക് ആക്കി വെച്ച കർത്താവായ യേശു ക്രിസ്തുവിന്റെ സകല മഹത്വം കൊടുത്തുകൊണ്ട് നിങ്ങൾക്ക് ഈ ദാവീദിനെ പോലെ ജ്വലിച്ച് പ്രകാശിക്കണം. ഈ ലോകം പാപത്തിലാണ്, ശാപത്തിലാണ്. ഫിലിസ്ത്യ മലന്മാരെ പോലെ ജഡികമായ സ്വഭാവങ്ങളിൽ വീണ് കിടക്കുന്ന ഒരു കൂട്ടം ജനത്തെ അതിൽ നിന്ന് പുറത്തെടുക്കുവാൻ ദൈവം നിന്നെ ശക്തമായി അഭിഷേകം ചെയ്യാൻ പോവുകയാണ്. നിന്റെ ശുശ്രൂഷയ്ക്ക് അത്ഭുതങ്ങൾ നടക്കാൻ പോകുന്നു, വീര്യപ്രവർത്തികൾ നടക്കാൻ പോകുന്നു. ഇന്ന് വരെ നീ സംസാരിക്കാത്ത ആമേൻ വചനം ദൈവം നിന്നെ ആമേൻ സംസാരിപ്പിക്കും. ഇന്ന് വരെ നിൽ നടക്കാത്ത ചില അത്ഭുതങ്ങൾ ദൈവം നിന്നിലൂടെ ചെയ്യും. ശക്തമായ ചില രോഗശാന്തി വരെ ദൈവം നിനക്ക് തരും. ഹല്ലേലൂയ. ചില ദേശങ്ങളിലേക്ക്, ചില കുടുംബങ്ങളിലേക്ക് ദൈവം നിന്നെ അയച്ച് നിന്നിലൂടെ ചില അത്ഭുതങ്ങളെ ദൈവം ചെയ്തെടുക്കാൻ ആഗ്രഹിക്കുക. നിന്റെ പ്രാർത്ഥനയ്ക്കകത്ത് ദൈവം ചില വിടുതലയക്കാൻ പോവുകയാണ്. ദേശത്തെ അടക്കുവാഴുന്ന അന്ധകാര ശക്തിക്ക് നേരെ നീ എഴുന്നേറ്റ് ശാസിക്കുമ്പോൾ അന്ധകാര ശക്തി ദേശം വിട്ട് ഓടാൻ പോവുകയാണ്. ഹല്ലേലൂയ.
നിന്നെ ശക്തമായി ഈ ദിവസങ്ങളിൽ ദൈവം കരങ്ങൾ ഉപയോഗിക്കാൻ ആഗ്രഹിക്കുന്നു. ഒന്ന് ഏൽപ്പിച്ചു കൊടുക്കാൻ കഴിയുമോ? രക്തം ചെയ്യും പ്രൈസരോ ദൈവനാമത്തിന് വേണ്ടി ഒന്ന് നിൽക്കാൻ നിനക്ക് കഴിയുമോ? ഹല്ലേലൂയ. അങ്ങനെ നിന്നെ ഒന്ന് ഏൽപ്പിച്ചു കൊടുക്കാമെങ്കിൽ നിന്നിലൂടെ ഒരു മഹത്വമേറിയ ശുശ്രൂഷ ഇന്ന് പകലിനോടൊപ്പം ചേർന്ന് പറയാമോ? കർത്താവേ, ദാവീദിനെ പോലെ ജ്വലിച്ച് പ്രകാശിക്കുവാൻ, യോഹന്നാൻ സ്നാപകനെ പോലെ ജ്വലിച്ച് പ്രകാശിക്കുവാൻ, യോസേഫിനെ പോലെ ജ്വലിച്ച് പ്രകാശിക്കുവാൻ എന്നെ ഒന്ന് അഭിഷേകം ചെയ്യണപ്പാ. ഞാൻ എന്നെ സമർപ്പിക്കുന്നത് പൂർണ്ണമായി വിധേയപ്പെടുത്തുന്നു. ജീവിതത്തിലും വിശുദ്ധിയിലും ശുശ്രൂഷയിലും എല്ലാം ആമേ കർത്താവിന് വേണ്ടി ജ്വലിച്ച് പ്രകാശിക്കുക. ഒരു വിളക്കായി എന്നെ സമർപ്പിക്കുന്നു, എന്നെ അതിനായി ഉപയോഗിക്കണമേ എന്ന് പറഞ്ഞ് കർത്താവിന്റെ കരങ്ങളിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിച്ചാട്ട് ദൈവം ഒരു പുതിയ അഭിഷേകത്തെ ഇപ്പോൾ നിങ്ങളുടെ മേൽ പകരാൻ പോയി. കണ്ണുകൾ അടച്ചാട്ട് പരിശുദ്ധ ഞങ്ങളുടെ നല്ല ദൈവമേ, സ്വർഗ്ഗ പിതാവേ, അനുഗ്രഹിക്കപ്പെട്ട നല്ല സമയത്തിനായി സ്തോത്രം. വിവിധ സ്ഥലങ്ങളിൽ ദൈവവചനം കേൾക്കുന്ന കേരളത്തിൽ, ഭാരതത്തിൽ, ലോക രാജ്യങ്ങളിൽ നിന്ന് വചനം കേൾക്കുന്ന 800 കോടിയധികം തലമുറകൾ എണ്ണത്തിൽപ്പെടാത്തവർ, അധികാരികൾ, ന്യായാധിപന്മാർ, ഭരണാധിപന്മാർ, എല്ലാ ക്രമസമാധാന പാലകരെയുടെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നു. വില്ലേജ് പഞ്ചായത്ത്, മുനിസിപ്പാലിറ്റി, കോർപ്പറേഷൻ, താലൂക്ക്, ബ്ലോക്ക്, ജില്ലാ ഭരണ മേധാവികൾ, സംസ്ഥാനങ്ങൾ, രാജ്യങ്ങൾ, രാഷ്ട്രങ്ങളെ ഭരിക്കുന്നവരെ, രാജാക്കന്മാര്, രാജ്ഞിമാര്, പ്രധാനമന്ത്രി, പ്രസിഡന്റ്, ഗവർണർ, പട്ടാള മേധാവികൾ, ഗോത്രങ്ങളെ, ദ്വീപുകളെ, ആദിവാസി മേഖലകളെ, ട്രൈബൽ മേഖലയിലായിരിക്കും ജനത്തെ, മൂപ്പന്മാരെയൊക്കെ ഞങ്ങൾ ഓർത്തു പ്രാർത്ഥിക്കുന്ന കർത്താവേ. കരസേന, വ്യോമസേന, നാവികസേന, അതിർത്തികൾ കാക്കുന്ന BSF, CRPF, ക്രമസമാധാന ആമയ്ക്ക് പ്രാലകർ, നിയമനിർമ്മാണ രംഗം നിൽക്കുന്ന ഞങ്ങളുടെ രഹസ്യാന്വേഷണങ്ങളെ, ജുഡീഷ്യൽ വിവിധ വകുപ്പുകളിൽ കരസേന ആമിക്കർത്താൻ, കരയിലും കടയിലും ആകാശമാർഗം വാഹനം ഓടിക്കുന്ന വാഹന നിർമ്മാതാക്കൾ, അത് യാത്ര ചെയ്യുന്നവരെ, ഹല്ലേലൂയ, സമുദ്രത്തിലെ ആഴങ്ങളിൽ ജോലി ചെയ്യുന്നവർ, സമുദ്രത്തിൽ ഫിഷറീസ് വകുപ്പിൽ ജോലി ചെയ്യുന്നവർ, മത്സ്യബന്ധനത്തിനായിരിക്കുന്നവർ, ഹല്ലേലൂയ, ഞങ്ങളുടെ കോസ്റ്റ് ഗാർഡ് അടക്കമുള്ളവരെ ഞങ്ങൾ ദൈവകരങ്ങളിൽ ഏൽപ്പിക്കുകയാണ്. ഹല്ലേലൂയ, സ്തോത്രം. കർത്താവ് കടലോര വാസികളെ ഏൽപ്പിക്കുന്നു. ഹല്ലേലൂയ, കർത്താവ് ചെറുതും വലുതുമായ എല്ലാ വ്യാപാരികളെ, വ്യവസായികളെ, വഴിയോര കച്ചവടക്കാരെ, കമ്പനികളെ, ഫാക്ടറികളെ, ഖനികളിൽ ജോലി ചെയ്യുന്നവർക്കായി ഞാൻ പ്രാർത്ഥിക്കുന്നു. സഹകരണ മേഖലയിലും പൊതുമേഖലയിലും ആരോഗ്യമേഖല, വിദ്യാഭ്യാസ, ബാങ്ക് മേഖലയിൽ ജോലി ചെയ്യുന്നവർക്കായി പ്രാർത്ഥിക്കും. മത, സാമൂഹ്യ, സാംസ്കാരിക സംഘടന രംഗത്ത് ചലച്ചിത്ര, മാധ്യമ, മീഡിയ രംഗം, സയന്റിസ്റ്റ്, എഞ്ചിനീയർമാർ, ഭരണപ്രദേശ പാർട്ടികളെ ഞങ്ങൾ ഏൽപ്പിക്കുകയാണപ്പാ. ഹല്ലേലൂയ, കർത്താവ് കൺസ്ട്രക്ഷൻ ജോലി ചെയ്യുന്ന, ട്രേഡ് യൂണിയൻ ജോലി ചെയ്യുന്നവർക്കായി പ്രാർത്ഥിക്കുന്നു. ദേശത്തും വിദേശത്തും ഇപ്പോൾ ജോലി ചെയ്യുന്ന, യാത്ര ചെയ്യുന്നവർ, ദേശത്തും വിദേശത്തും പഠിക്കുന്ന കുഞ്ഞുങ്ങൾ, വിവിധമായ സ്ഥലങ്ങളിൽ കടന്നുപോയി മണലാരണ്യത്തിൽ കഷ്ടത അനുഭവിക്കുന്നവർ, കർത്താവ് ഇവരെല്ലാം ഓർത്ത് ഞങ്ങൾ പ്രാർത്ഥിക്കുകയാണ്. ശമ്പളം കിട്ടാതെ ഭാരപ്പെടുന്നവർക്ക്, ഭാവി ജോലി നഷ്ടപ്പെട്ട, വിസ നഷ്ടപ്പെട്ട, ജയിലിൽ കിടക്കുന്ന, കേസിലകപ്പെട്ട് കിടക്കുന്നവർ, വിവിധമായ വേദന, വിദേശത്ത് ജോലി കടന്നു വിവിധ ഭവനങ്ങളിൽ തടവിലായിരിക്കുന്നു, അടിമവേല ചെയ്യുന്നവർ, പുറത്തു വരാൻ കഴിയാതെ കഷ്ടപ്പെടുന്ന നിങ്ങളുടെ സൗരന്മാരെ നിങ്ങളുടെ കരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്ന അവർക്കൊരു വിടുതൽ കൊടുക്കണമേ. അടിമത്തിന് വിടിവിച്ച് കർത്താവിന് വേണ്ടി ജ്വലിച്ച് പ്രകാശിക്കുന്ന ഒരനുഭവത്തിലേക്ക് ജനത്തെ കൊണ്ടുവരണമേ. ഞങ്ങളുടെ ശൈശവത്തിനും ബാല്യത്തിനും കൗമാരി യൗവനത്തിനും വാർദ്ധക്യത്തിനും ഞാനും വൃദ്ധരസമ യാചകർ, ഓർഫനേജിൽ, ഓട്ടേജിൽ, തടവറയിലായിരിക്കുന്നവർക്കായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്ന കർത്താവ് ജനത്തെ വിടിവിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവ് കേരളത്തിലും ഭാരത വിദേശ രാജ്യങ്ങളിൽ കർത്താവിന്റെ വേലയുമായി കടന്നുപോയിരിക്കുന്ന ദൈവത്തിന്റെ ദാസന്മാർ, ദൈവജനത്തെ ഞങ്ങൾ ഓർക്കുകയാണ്. സുവിശേഷ മുഖാൻ ജയിലിൽ കിടക്കുന്നവർക്കായി കർത്താവ് എല്ലാം പുറത്തു വന്ന് കർത്താവിന് വേണ്ടി ജ്വലിച്ച് പ്രകാശിക്കുന്ന ആമയുടെ അനുഭവത്തിലേക്ക് ദൈവസഭയെ, ദൈവമക്കളെ പണിതുയർത്തണമേ. ഇന്ന് പകൽ നടക്കുന്ന മഹനീയമായ ശുശ്രൂഷകളെല്ലാം അനുഗ്രഹിക്കപ്പെട്ടത് ജനത്തെ അനുഗ്രഹിക്കണമേ. യേശു ക്രിസ്തുവിന്റെ വലിയ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ.